പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു പ്രസംഗത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇനിയും ഒരുപാട് പരിപാടികൾ നടത്താനുണ്ട്. അതുകൊണ്ട് വാക്കുകൾ ഒരു പ്രസംഗത്തിലൂടെ നീട്ടിക്കൊണ്ടു പോകാൻ എനിക്ക് താല്പര്യമില്ല. നമ്മുടെ നാട് മാറ്റത്തിന്റെ നിഴലിലാണ്. ആ മാറ്റം ഈ നാടിന്റെ മുഖച്ഛായം മാറ്റുന്ന ഒരു മാറ്റമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയങ്കരനായ രമേശ് ചെന്നിത്തല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭരണരംഗത്ത് പരിണതപ്രജ്ഞനായ ഒരു നേതാവും സമചിത്വനായ രാഷ്ട്രീയ നേതാവുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നും പഠിപ്പിക്കേണ്ടതില്ല. അദ്ദേഹത്തിനെല്ലാം അറിയാം. അത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നും ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എനിക്കൊരൊറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ. സ്കൂളുകളിൽ ഈ കൊച്ചുമക്കൾ ഈ മദ്യത്തിനും ഈ കഞ്ചാവിനും ഇരയാകാതിരിക്കാനുള്ള കർശനമായ നടപടി സ്കൂളുകളിൽ ഉണ്ടാക്കിയെടുക്കണം എന്ന് ഞാൻ വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. എനിക്കറിയാം, എന്റെ പ്രദേശത്ത് ഞാൻ അറിയുന്ന സ്കൂളിൽ ഒരുപാട് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്നത് ഖേദകരമാണ്. അതുകൊണ്ട് ഞാൻ ആ സബ്ജക്റ്റ് ഞാൻ അവിടെ ഇടുകയാണ്. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 3 വർഷമായി. എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ ഞാൻ തലകുനിയും. എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ജനവിശ്വാസം മറ്റൊരു നേതാവിനും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ആവശ്യക്കാർ കടന്നു ചെന്നാൽ ആ ആവശ്യക്കാരെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളും കേട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുന്ന ഇതുപോലെ വിനയാന്യരായ ഒരു നേതാവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ അദ്ദേഹം നടത്തിയ മാർച്ച് എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു മാർച്ചായി ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. രാവിലെ 9:30-10 മണിയായിട്ടും ഒരു ചായ പോലും കുടിക്കാതെ സന്ദർശകന്മാരെ സ്വീകരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഒരു കാലിച്ചായ കുടിച്ചിട്ട് ഇവരെ തിരിച്ചെത്താത്തല്ലേ? അതുതാരമില്ല, അവർ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു വീണ്ടും അത് തുടർന്ന ഒരു നേതാവ്, ജനങ്ങൾക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച ഒരു നേതാവ്, അതാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ മനസ്സിന്റെ അകത്ത് ജനത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തെ ഏറ്റെടുത്ത എല്ലാ സ്ഥാനമാനങ്ങളും കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നമസ്കാരമാകുന്നു. ഒരിക്കൽ കൂടി എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ തന്നെ മറ്റു നേതാക്കളുടെയും ഒക്കെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ നമസ്കാരമായി നമുക്ക് അവരെ ഓർമ്മിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു.